ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് M. പുരുഷോത്തമൻ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ. ടീമുകളെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് അഭിന. എന്റെ പേര് നിവേദ്യ പ്രശാന്ത്, GHSS പാലിയിൽ നിന്ന് വരുന്നു. ടീം ബി. എന്റെ പേര് ദർശന. എന്റെ പേര് അഞ്ജലി, ഞങ്ങൾ IMNS GHSS മൈലിൽ നിന്ന് വരുന്നു. ടീം സി. എന്റെ പേര് റിയ. എന്റെ പേര് അനുശ്രീ, ഞങ്ങൾ പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എന്റെ പേര് ഹരിനന്ദ്. എന്റെ പേര് ആദ്യ, ഞങ്ങൾ GHSS പാലാടിൽ നിന്ന് വരുന്നു. ടീം ഇ. എന്റെ പേര് നിഹാര. എന്റെ പേര് ആരാധ്യ, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. നമ്മുടെ 7ാമത്തെ പാഠമായിരിക്കുന്ന കാവ്യമുക്താവലി എന്നുള്ള പാഠത്തിൻ്റെ അകത്തെ ചില ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പഞ്ചമഹാകാവ്യാനി സന്തി: രഘുവംശം, കുമാരസംഭവം, നൈഷധീയചരിതം, കിരാതാർജുനീയം, ശിശുപാല വധം. ഈ 5 മഹാകാവ്യങ്ങളിലെ ശ്ലോകങ്ങളാണ് നിങ്ങൾക്ക് കാവ്യമുക്താവലി എന്നുള്ള പാഠത്തിൽ പഠിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ടീം എയോടാണ്. കവികുല ഗുരു കഹ? കാളിദാസ. ടീം എ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, കാളിദാസനാണ് ഉത്തരം. ടീം എക്ക് 5 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. പഞ്ചമഹാകാവ്യേഷു ഏകമേവ കുമാരസംഭവം. കുമാരസംഭവസ്യ പ്രണേത കഹ? കാളിദാസ. ഉത്തരം സമീചീനം, ഉത്തരം ശരിയാണ്, കാളിദാസൻ. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ലീലാ കമലപത്രാണി ഗണയാമാസ. ഏകശ്ലോകസ്യ അർദ്ധഭാഗമേവ ലീലാ കമലപത്രാണി ഗണയാമാസ. കാ ഗണയാമാസ? പാർവതി. ഉത്തരം സമീചീനം, ഉത്തരം ശരിയാണ്, പാർവതി. ടീം സി 5 പോയിന്റ്. അടുത്ത ചോദ്യം 4ാമത്തെ ടീമിനോടാണ്. ടീം ഡി. കിരാതാർജുനീയസ്യ കർത്ത കഹ? ഭാരവി. ഉത്തരം ശരിയാണ്, ടീം ഡി 5 പോയിന്റ് നേടിയിട്ടുണ്ട്. കിരാതാർജുനീയത്തിന്റെ രചയിതാവ് ഭാരവി മഹാകവിയാണ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നാണ് മാഘം എന്ന പേരിൽ അറിയപ്പെടുന്ന കാവ്യം. ആ കാവ്യത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? ശിശുപാലവധം. ഉത്തരം ശരിയാണ്, ടീം ഇ 5 പോയിന്റ് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ഏക പ്രശസ്ത വചനമേവ ഉപമാ കാളിദാസസ്യ ഭാരവേഹേ ഡാഷ്? അർത്ഥഗൗരവം. ഉത്തരം സമീചീനമാണ്, ഭാരവേഹേ അർത്ഥഗൗരവം. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഡാഷ് വിദ്വദൌഷധം ഭവതി? നൈഷധം. നൈഷധം. നൈഷധം എന്നുള്ളത് വിദ്വദൌഷധം എന്ന പ്രശസ്ത വചനം ഉണ്ട്. നൈഷധം എന്ന് പറയുന്നത് നൈഷധീയം ചരിതമാണ്. ടീം ഡി 5 പോയിന്റ് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു ശ്ലോകം ഞാനിവിടെ ചൊല്ലുന്നുണ്ട്. ഏവം വാദിനി ദേവർഷൗ പാർശ്വേപി ദുരഥോമുഖി ലീലാ കമലപത്രാണി ഗണയാമാസ പാർവതി. ശ്ലോകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്ര പിതുരഥോമുഖി പദച്ഛേദം വദ? പിതുഹു അധികം അധോമുഖി. പിതുഹു അധികം അധോമുഖി. ഉത്തരം ശരിയാണ്, ടീം സി 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പർവതസ്യ അപത്യം സ്ത്രീ പാർവതി ചേത് ജനകസ്യ അപത്യം സ്ത്രീ ഡാഷ്? ജാനകി. ഉത്തരം സമീചീനം, ഉത്തരം ശരിയാണ്, ജനകസ്യ അപത്യം സ്ത്രീ ജാനകി. ടീം ബി 5 പോയിന്റ്.
അടുത്ത ചോദ്യം ടീം എയോടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്ലോകമാണ്. വാച്യസ്ത്വയാമത്വജനസരാജ വന്നോ വിശുദ്ധാമപി യത്സമക്ഷം മാം ലോകവാദശ്രവണാദഹാസി ശ്രുതസ്യ കിം തത്സദൃശം കുലസ്യ. അത്ര സ രാജ രാജ കഹ? രാമഃ. ഉത്തരം സമീചീനം, ശ്രീരാമഃ. ടീം എക്ക് 5 പോയിന്റ്. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ ടീം അംഗങ്ങൾക്കും 10 വീതം പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. രണ്ടാം റൗണ്ടിലെ പ്രഥമ പ്രശ്നം ടീം ബിയോടാണ്. അക്ഷ്ണോഹോ സമീപം ഏകപദമേവ. അക്ഷ്ണോഹോ സമീപം സമസ്തപദം കിം? സമക്ഷം. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. സൗമിത്രി ഇതി പദമസ്തി. സൗമിത്രി കഹ? ലക്ഷ്മണഃ. ലക്ഷ്മണഃ. ശ്രീരാമന്റെ സഹോദരൻ കൂടിയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണന്റെ പര്യായ പദമാണ് സൗമിത്രി. സുമിത്രയുടെ മകനായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് സൗമിത്രി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. 5 പോയിന്റ് ടീം സിക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. നൈഷധീയ ചരിതസ്യ കർത്ത കഹ? ശ്രീഹർഷഃ. ഉത്തരം സമീചീനം. ശ്രീഹർഷനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹാകാവ്യമാണ് നൈഷധീയ ചരിതം. ടീം ഡി 5 പോയിന്റ് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. മഹാകവി കാളിദാസേന 3 നാടകാനി രചിതാനി. വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, അന്യത് ഡാഷ്. അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ഉപമാപ്രയോഗേ പ്രസിദ്ധ മഹാകവി കഹ? കാളിദാസഃ. ഉത്തരം ശരിയാണ്. കാളിദാസൻ. മഹാകവി കാളിദാസന്റെ ഉപമാലങ്കാര പ്രയോഗം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. വാച്യസ്ത്വയാ ഏക സമസ്ത പദമേവ. വാച്യസ്ത്വയാ പദച്ഛേദം വദതു. വാച്യ പ്ലസ് ത്വയാ. ഉത്തരം തെറ്റാണ്. ടീം സി. വാച്യഃ അധികം ത്വയ. ഉത്തരം ശരിയാണ്. വാച്യഃ അധികം ത്വയ. വിസർഗം പ്രധാനപ്പെട്ടതാണ്. വിസർഗമില്ല എങ്കിൽ അത് പദച്ഛേദമായിട്ട് മാറുകയില്ല. ക്വസ്റ്റ്യൻ പാസ് ചെയ്തതുകൊണ്ട് ടീം സിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. രഘുവംശ മഹാകാവ്യസ്യ കർത്ത കഹ? കാളിദാസഃ. ഉത്തരം ശരിയാണ്. രഘുവംശം എന്നുള്ള മഹാകാവ്യത്തിന്റെ രചയിതാവ് കാളിദാസനാണ്. 5 പോയിന്റ് ടീം സിക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ദേവഃ ച അസൗ ഋഷിഃ ച സമസ്തപദം കിം? ദേവർഷഃ. ഉത്തരം ന സമീചീനം. ഉത്തരം തെറ്റാണ്. ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ദേവർഷിഹി. ഉത്തരം ശരിയാണ്. ദേവർഷിഹി. ടീം ഇക്ക് 3 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. തവ ഇദം താവകം ചേത് മമ ഇദം ഡാഷ്. മാമകം. ഉത്തരം സമീചീനം. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചേതി രാജ കഹ? ശിശുപാലഃ. ഉത്തരം സമീചീനം. ശരിയാണ്. ചേതി രാജ ശിശുപാലഃ. ശിശുപാലവധം എന്ന മഹാകാവ്യത്തിലെ കഥാപാത്രമാണ് ശിശുപാലൻ. ശിശുപാലനെ വധിക്കുന്നത് ശ്രീകൃഷ്ണനാണ് എന്ന് ആ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ടീം എക്ക് 5 പോയിന്റ്. രണ്ടാം റൗണ്ടിലെ മാർക്ക് ടീം എ GHSS പാല 10 മാർക്ക്. ടീം ബി IMN SGHSS മയ്യിൽ 5 മാർക്ക്. ടീം സി പറശ്ശിനിക്കടവ് HSS 13 മാർക്ക്. ടീം ഡി GHSS പാലയാട് 5 മാർക്ക്. ടീം ഇ ചെമ്പിലോട് HSS 13 മാർക്ക്. സംസ്കൃതം പ്രശ്നോത്തരി തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ.
നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്. റേഡിയോ ടീച്ചർ